ഹലോ, ഇന്ന് ഞങ്ങൾ ഈരാറ്റുപേട്ടയ്ക്കാണ് പോകുന്നത്. ഈരാറ്റുപേട്ടയ്ക്ക് മാത്രമല്ല വാഗമണ്ണും പോകുന്നുണ്ട്. ഇപ്പോൾ പോകുന്നത് സഫീദിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ്. അവർ കുറേ നാളായി അവരുടെ വീട്ടിലോട്ട് നമ്മളെ വിളിക്കാൻ തുടങ്ങിയിട്ട്. നമുക്കാണെങ്കിൽ പോകാനുള്ളൊരു സന്ദർഭവും സാഹചര്യവും ഒത്തു വന്നത് ഇപ്പോഴായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദേ ഇവന്മാരെയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഇത് സഫീദിൻ്റെ കൂട്ടുകാരന്മാരാണ്. ഇവന്മാരെ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തലയൊക്കെ കുനിച്ച് പോകുന്നുണ്ടായിരുന്നു. തണ്ണീർമുക്കം വഴിയാണ് പോകുന്നത്. ഞങ്ങൾ പണ്ട് എപ്പോഴും ഇവിടെ ചായ കുടിക്കാൻ വരുമായിരുന്നു. ഒരു രാത്രി ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ ആ സമയത്തൊക്കെ വന്നാൽ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനും കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കാനും. ഉച്ചക്കാണെങ്കിൽ ഒടുക്കത്തെ വെയിലുമാണ്. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാവിലെ അല്ല ഇറങ്ങിയത്, ഉച്ചയായപ്പോഴാണ് ഇറങ്ങിയത്. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. സാമ്പാറും മോരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് പേരക്കയൊക്കെ വാങ്ങി. പോകുന്ന വഴിക്ക് സഫീദ് തന്നെയാണ് ഫുള്ള് വണ്ടി ഓടിച്ചത്. ഞാനും കുറച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷേ എനിക്ക് ഫുള്ള് ഓടിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കണ്ണിനൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉറുമ്പ് എന്തോ കടിച്ചു. ഉറുമ്പാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കടിച്ചിട്ട് എൻ്റെ കണ്ണിന് ഭയങ്കര വേദനയും ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് ചെന്ന സമയം അടിപൊളി സമയമായിരുന്നു. കാരണം ഒരു മഴയുടെ ക്ലൈമറ്റൊക്കെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറേ നേരം അവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ എൻ്റെ വക വീണ്ടും അവിടെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒന്നല്ല 2-3 പാട്ടൊക്കെ ഞാൻ പാടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേരാണെങ്കിൽ ഡബിൾ ഹാപ്പി ആയിരുന്നു. കാരണം അവർ രണ്ടുപേരും അവരുടെ വീടുകളിൽ ഒറ്റയ്ക്കായതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും കൂട്ട് കിട്ടിയപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഈ മിഠായി റീസെൻ്റായിട്ട് ഞാൻ കഴിക്കുന്ന ഒരു മിഠായിയാണ്. എപ്പോഴും അല്ല, വല്ലപ്പോഴും. സഫീദ് എനിക്ക് മിഠായിയൊക്കെ കൊണ്ടു തരുന്ന കേട്ടോ. ഞാൻ പറയും കൊണ്ട് തരരുതെന്ന്. പക്ഷേ സഫീദ് എനിക്ക് കിട്ടുന്ന ആദ്യം കാണുന്ന മിഠായിയൊക്കെ എനിക്ക് കൊണ്ട് തരാറുണ്ട്. ഇത് കറക്റ്റ് ലിപ്സ്റ്റിക്കിൻ്റെ പാക്കേജാണ്. കറക്റ്റ് ലിപ്സ്റ്റിക്ക് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ. ഞാനപ്പോൾ ചുണ്ടയിലൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇട്ട് നോക്കിയായിരുന്നു. പക്ഷേ ഒരു ഗ്ലോസി ലുക്കൊക്കെ കിട്ടുന്നുണ്ട് ചുണ്ടിനെ. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞാനിത് അമാനയ്ക്ക് അധികം കൊടുക്കാറില്ല. അമാനയ്ക്ക് 1-2 തവണ എന്തോ കൊടുത്തിട്ടുള്ളൂ. ജെല്ലായതുകൊണ്ട് തന്നെ അധികം നമ്മൾ അവൾക്ക് കൊടുക്കുന്നില്ല. ഞാൻ തന്നെയാണ് കൂടുതലും കഴിച്ചത്. പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. നെയ്ച്ചോറും ബീഫൊക്കെ ആയിരുന്നു. അതിൻ്റെ പിക്ക് എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ രാത്രി പോകുന്ന അയ്യമ്പാറയിലോട്ടാണ്. അയ്യമ്പാറയിൽ നല്ല ഒരു വ്യൂ കിട്ടുമെന്ന് ഇവർ പറഞ്ഞാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പക്ഷേ പോകാതിരുന്നെങ്കിൽ വളരെ നഷ്ടമായേനെ. കാരണം ഭയങ്കര കോടയായിരുന്നേ. നമുക്ക് പരസ്പരം പോലും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അമ്മാതിരി കോടയായിരുന്നു. ഞങ്ങൾ ശരിക്കും അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.